ഫെബ്രുവരി 26-ാം തീയതിയിലെ UPSC സിവിൽ സർവീസ് എക്സാമിന് റിലവൻ്റ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് ഡീലിമിറ്റേഷൻ നടക്കുന്നതിന് മുന്നേ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിക്കുകയാണ് സ്റ്റാലിൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു വിഷയമാണിത് എന്നാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് സ്റ്റാലിൻ ഇത്തരത്തിലുള്ള മീറ്റിംഗ് വിളിക്കാൻ കാരണം എന്നാണ് നോക്കുന്നതായിട്ടുള്ളത്. ഇപ്പോൾ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള തമിഴ്നാട് ചീഫ് മിനിസ്റ്ററാണ് MK സ്റ്റാലിൻ. അദ്ദേഹം ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് ചെന്നൈയിൽ വിളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഡീലിമിറ്റേഷനെതിരെ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഡീലിമിറ്റേഷൻ ആക്ടിവിറ്റിക്ക് എതിരെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ ഒരു ഡീലിമിറ്റേഷൻ ആക്ടിവിറ്റി പ്രധാനമായിട്ടും പോപ്പുലേഷൻ ബേസിസിലാണ് ചെയ്യുക. അപ്പോൾ പോപ്പുലേഷൻ ബേസിസിൽ ചെയ്യുന്ന സമയത്ത് ലോക്സഭാ സീറ്റുകൾ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ കുറയും എന്നും തമിഴ്നാടിന്റെ സീറ്റുകൾ 39-ൽ നിന്ന് 31-ലേക്ക് കുറയും എന്നുള്ളൊരു കണക്കാണ് തമിഴ്നാട് മുഖ്യമന്ത്രി ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് തമിഴ്നാടുവിനെ മാത്രം സംബന്ധിച്ചുള്ളതല്ല, സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെല്ലാം നേരിടുന്ന ഒരു പ്രശ്നമാണ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. കാരണം 1970 മുതൽ പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് എഫക്റ്റീവ്ലി കൺട്രോൾ ചെയ്യുകയും ഫാമിലി പ്ലാനിംഗ് മെഷേഴ്സ് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യും, പോപ്പുലേഷനെ കുറയ്ക്കുകയും സ്ത്രീകളുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്തുകയും ഹെൽത്ത് കെയറിനൊക്കെ മെച്ചപ്പെടുത്തുകയും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മെച്ചപ്പെടുകയും ചെയ്തു. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ രാജ്യത്ത് സീറ്റുകളുടെ എണ്ണം അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭാ സീറ്റുകളും മറ്റുമൊക്കെ അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോപ്പുലേഷൻ കൺട്രോൾ മെഷേഴ്സ് എഫക്റ്റീവ് ആയിട്ടുള്ള എടുത്തുള്ള തമിഴ്നാട്, കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചിട്ടുള്ളതെന്നും കൂടി ഓർത്തുകൊണ്ട്, അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിനോടും യുണൈറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ഡീലിമിറ്റേഷൻ എക്സസൈസിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുള്ളതെന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഈ ഒരു കൺസേൺ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഷട്ട് ഡൗൺ, ഇന്റർനെറ്റ് ഷട്ട് ഡൗണുമായി ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ ദിവസത്തെ ഡിസ്കഷനിൽ നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ടുള്ളത് സോഫ്റ്റ്വെയർ ഫ്രീഡം ലോ സെന്റർ എന്ന് പറയുന്ന റിപ്പോർട്ട് സ്ഥാപനത്തിനെയാണ്. അവരാണ് ഈ ഒരു റിപ്പോർട്ട് ഇന്റർനെറ്റ് ഷട്ട് ഡൗണുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീഡം ഓഫ് ലോ സെന്റർ റിപ്പോർട്ട് പ്രകാരം 2023-നേക്കാൾ കുറവ് ഷട്ട് ഡൗണുകളാണ് 2024 ഉണ്ടെങ്കിൽ പോലും ലോകത്ത് ഏറ്റവും കൂടുതൽ ഷട്ട് ഡൗണുകൾ ഉണ്ടായ രാജ്യങ്ങളിൽ ഒന്നാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗവൺമെന്റ് പ്രധാനമായിട്ടും ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ കൊണ്ടുവരുന്നത് എന്ന് പറയുകയാണ്. പ്രത്യേകിച്ചും വയലൻസിനെയും മറ്റുമൊക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ്. 2024 84 ഷട്ട് ഡൗണുകളിൽ 41 വിവിധ പ്രൊട്ടസ്റ്റുകളെ തടയുന്നതിന് വേണ്ടിയിട്ടും 23 കമ്മ്യൂണൽ വയലൻസിനും 5 എക്സാമിനേഷൻ ചീറ്റിംഗ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുകൂടി ഓർത്തുവെക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഉണ്ടാകുമ്പോൾ സാധാരണക്കാരുടെ ജീവിതത്തെ അത് ബാധിക്കും. ഇന്റർനെറ്റ് ഓൺലൈനിലായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരുടെയൊക്കെ ജീവിതത്തെ അത് ബാധിക്കും. മെഡിക്കൽ കെയറിനെ, കാരണം ഇന്ന് പല കമ്പനികളുടെയും സോഫ്റ്റ്വെയർസ് ഒക്കെ ഓൺലൈനാണ്. ഓൺലൈനായിട്ട് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഉണ്ട്, ടെലി മെഡിസിൻ ഉണ്ട്, അതിനെയൊക്കെ ബാധിക്കും. എഡ്യൂക്കേഷന് ഓൺലൈൻ കോഴ്സുകൾ ഓൺലൈനായിട്ട് പഠിക്കുന്ന ആൾക്കാരെ ബാധിക്കും. അതുപോലെ തന്നെ പല എമർജൻസീസിനെയും റെസ്പോൺസ് ചെയ്യാൻ വേണ്ടി ഡിലേ ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പോൾ സുപ്രീം കോടതി ഓൾറെഡി തന്നെ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ കൊടുക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ടെസ്റ്റ് ഓഫ് നെസസിറ്റി ആൻഡ് ടെസ്റ്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി തുടങ്ങിയിട്ടുള്ള ടെസ്റ്റുകൾ അത് അത്രയും ആവശ്യമാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ തന്നെ അത് ഒരു ഭൂരിഭാഗം ആൾക്കാരെയും ബാധിക്കും എന്നുള്ളതിന്റെ അനുസരിച്ച് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കൃത്യമായിട്ട് പരിശോധിക്കാതെയാണ് ഈ ഒരു ഓർഡേഴ്സ് ഇറങ്ങുന്നത്. കൃത്യമായിട്ടുള്ള ഓർഡേഴ്സ് ഇറങ്ങാതെ പോലും ഇത്തരത്തിലുള്ള ടെലികമ്മ്യൂണിക്കേഷൻ റൂൾസിനെയൊക്കെ വയലേറ്റ് ചെയ്തുകൊണ്ടൊക്കെയാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ നടത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് ഒരു നിയന്ത്രണവും ഇല്ലാതെ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു തരത്തിലുള്ള ആന്റി ഡെമോക്രാറ്റിക് പ്രോസസ് ആയിട്ടാണ് വിവിധ ആൾക്കാർ ഹൈലൈറ്റ് ചെയ്യുന്ന എക്സ്പേർട്സ് ഹൈലൈറ്റ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അപ്പോൾ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള തുടർച്ചയായിട്ട് ഇന്റർനെറ്റ് ഷട്ട് ഡൗണുകൾ ഉണ്ടാവുന്നത് കൃത്യമായിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടാവേണ്ട ആവശ്യമാണ്. നമ്മുടെ രാജ്യം ഈ ഷട്ട് ഡൗണുകൾ കുറക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെ ലഭ്യത എല്ലാ ആൾക്കാർക്കും എല്ലാ സമയത്തും കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അടുത്തൊരു വാർത്ത ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകളുമായി ബന്ധമാണ്. പ്രത്യേകിച്ചും ചൂടുകാലം വരാൻ പോവാണ്. അപ്പോൾ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ വർദ്ധിക്കാൻ വേണ്ടി അപ്പോൾ കേരളത്തിൽ നിന്നൊക്കെയുള്ള വാർത്തയാണ് വരുന്നതായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയൽ ആണ്. റീസെന്റ് ആയിട്ട് കേരളത്തിൽ വൈൽഡ് അനിമൽ അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ വർദ്ധിക്കുന്നുണ്ട്. കാരണം ഈ ഒരു മൃഗങ്ങൾ ഫോറസ്റ്റ് ഏരിയാസിൽ നിന്ന് ഹ്യൂമൻ സെറ്റിൽമെന്റിലേക്ക് കടന്നു വരികയും ജനങ്ങളെ ഹ്യൂമൻസിനെ ആക്രമിക്കുകയാണ് ചെയ്യുന്നതായിട്ടുള്ളത്. പ്രത്യേകിച്ചും വളരെ ഹോട്ട് ആയിട്ടുള്ള ക്ലൈമറ്റും ഡ്രൈ സ്പെല്ലും വരാൻ പോവാണ് അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നതെന്ന് പറയാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ ഒരു വൈൽഡ് ലൈഫിനെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കേരള ഗവൺമെന്റിനെതിരെ വലിയ ക്രിറ്റിസിസം ആണ് പത്രമാധ്യമങ്ങൾ അല്ലെങ്കിൽ പബ്ലിക്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതായിട്ടുള്ളത്. ഈവൻ വൈൽഡ് ലൈഫിനെ
കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നില്ല എന്നുള്ള ക്രിറ്റിസിസം ഒക്കെ ഉണ്ട് എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഡെത്തുകൾ കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വൈൽഡ് എലിഫന്റ് പോപ്പുലേഷൻ 7% കുറഞ്ഞിട്ടുണ്ട്. ഫീവർ ഡെത്തുകൾ, സ്നേക്ക് ബൈറ്റുകൾ എന്നുള്ള മരണമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇതൊന്നും തന്നെ ഈ ഒരു ട്രെൻഡിനെ കോംപ്ലസന്റ് അല്ല എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ട്രൈബൽ അറ്റാക്കുകളുടെ വൈൽഡ് ലൈഫ് അറ്റാക്കുകളുടെ വിക്ടിം എന്ന് പറയുന്നത് വിവിധ ട്രൈബൽ കമ്മ്യൂണിറ്റികളാണ്. കാരണം അവര് വൈൽഡ് ലൈഫുമായിട്ട് കോഎക്സിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻസിനോ മറ്റും ഒന്നും നടക്കാറില്ല എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നത്? അവരുടെ ഹാബിറ്റാറ്റ് ഫ്രാഗ്മെന്റ് ചെയ്യും. നമ്മൾ അതിനെ തകർത്തുകൊണ്ട് റോഡും റെയിലും ഒക്കെ പണിതിട്ടുണ്ട്. അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള ടൂറിസം ഉണ്ട്. സോ ആൾക്കാർ ടൂറിസ്റ്റുകൾ പോകുന്ന സ്ഥലത്ത് നിന്ന് ഈ ഇത്തരം മൃഗാദികൾ വൈൽഡ് ലൈഫ് മാറി നടക്കും. അപ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടി മറ്റു മേഖലകളിലേക്ക് പോകും. മറ്റൊന്നാണ് കാറ്റൽ ഗ്രേസിംഗ് എന്ന് പറയുന്നത്. അതുപോലെ മനുഷ്യന്മാരുടെ എൻക്രോച്ച്മെന്റുകളാണ്. മറ്റൊന്നാണ് ഇൻവാസീവ് പ്ലാന്റ്സുകളൊക്കെ വന്നുകൊണ്ട് അവിടുത്തെ ഇവർക്ക് ഭക്ഷണം ഒന്നും കിട്ടാത്ത അവസ്ഥ വരും. അല്ലെങ്കിൽ മോണോകൾച്ചർ പ്ലാന്റേഷൻസ് ഒക്കെ ഇത്തരത്തിലുള്ള വൈൽഡ് ലൈഫ് ഫീഡിങ്ങിനെയൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. അപ്പം കേരളത്തിലെ ലോക്കൽ ബോഡീസിനെ വൈൽഡ് ബോർ, കാട്ടുപന്നിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ബോഡീസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ ഒരു സ്റ്റേറ്റ് ഡിസാസ്റ്റർ ആയിട്ട് തന്നെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്ന് കൂടി ഓർത്തുവെക്കേണ്ടതാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഫോറസ്റ്റിനെ റിസ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പാർട്ടിസിപ്പേറ്ററി ആയിട്ടുള്ള വൈൽഡ് ലൈഫ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ആൾക്കാരുടെ സന്നദ്ധമായിട്ട് വൈൽഡ് ലൈഫ് മാനേജ്മെന്റിന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ഓർത്തുക. മറ്റു ചില പദ്ധതികൾ, ചിലപ്പോൾ സോളാർ ഫെൻസിങ്, അതുപോലെ തന്നെ എലിഫന്റ് പ്രൂഫ് വാൾ തുടങ്ങിയിട്ടുള്ളവയൊക്കെ ആറളം ഫാമിലൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ച് എഫക്റ്റീവ് ആയിട്ടുള്ള മെഷേഴ്സ് ആണ്. പക്ഷേ ഇതൊന്നും പോരാ, കുറച്ചുകൂടി കോർഡിനേറ്റ് ആയിട്ടുള്ള എഫേർട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, അഗ്രികൾച്ചർ, അതുപോലെ ട്രൈബൽ വെൽഫെയർ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ തമ്മിൽ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് മനുഷ്യന്മാരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തി വൈൽഡ് ലൈഫ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള എഫേർട്ടുകൾ എടുക്കാനും ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റിനെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് പറയുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഹ്യൂമൻ സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ചും ഇത് വരാൻ കാരണം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്ന് കുറെ ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് ഡിപ്പോർട്ട് ചെയ്തത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആൾക്കാർ എങ്ങനെയാണ് അമേരിക്കയിലേക്ക് കൃത്യമായിട്ടുള്ള യാത്രാരേഖകളൊന്നും ഇല്ലാതെ പോകുന്നത്? ഇതുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഹ്യൂമൻ സ്മഗ്ലിങ്ങുമായി ബന്ധപ്പെട്ട് ഇവിടെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഈ ഒരു വിഷയത്തിൽ പാർലമെന്റിന്റെ ഇടപെടലിന്റെ ആവശ്യകതയാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. പല ഇന്ത്യക്കാരും ഇറഗുലർ ആയിട്ടുള്ള മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. പലപ്പോഴും ഹ്യൂമൻ സ്മഗ്ലിംഗ് റാക്കറ്റിന്റെ ഒക്കെ വിക്ടിം ആയിട്ട് മാറുന്നുണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കബൂട്ട റസി എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. ഇതിനെ ഇല്ലീഗൽ മൈഗ്രേഷനെയാണ് അദ്ദേഹം ഉപയോഗിക്കുന്നതായിട്ടുള്ളത്. ഹ്യൂമൻ സ്മഗ്ലിംഗ്, ലുക്രേറ്റീവ്, അൺലോഫുൾ ട്രേഡിനെയൊക്കെയാണ് ബസി എന്ന രീതിയിൽ അദ്ദേഹം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റുകൾ എന്ന് പറഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കാശ്മീർ, കേരള, ഗുജറാത്ത് തുടങ്ങിയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റൂറൽ റീജിയൻ എന്നുള്ള ആൾക്കാരാണ്. കാരണം ഇവിടെ കൃത്യമായിട്ടുള്ള തൊഴിലുകളൊന്നുമില്ല. സോ ഇവർക്ക് ബെറ്റർ തൊഴിൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഓഫർ ചെയ്തുകൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നതായിട്ടുള്ളത്, ഇല്ലീഗൽ ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. യങ് ആയിട്ടുള്ള വൾണറബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് എബ്രോഡിൽ കിട്ടും എന്ന പ്രതീക്ഷയിൽ അവരെ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കണേ. അപ്പോൾ മൈഗ്രൻസ് വളരെ സിവിയർ ആയിട്ടുള്ള എക്സ്പ്ലോയിറ്റേഷൻ ആണ് ഫേസ് ചെയ്യുന്നതായിട്ടുള്ളത്. അവർ ഒരു തരത്തിൽ ഫോഴ്സ്ഡ് ലേബർ ആയിട്ടോ അല്ലെങ്കിൽ ഡേഞ്ചറസ് സിറ്റുവേഷൻസിലൊക്കെ ജോലിക്ക് നിയോഗിക്കുന്നത് കാണാൻ പറ്റും. പലപ്പോഴും കണ്ടെയ്നേഴ്സിലൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നുണ്ടാവുക, അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ എത്തിയതിനു ശേഷം അബാൻഡൻ ചെയ്യുന്ന സാഹചര്യമായിരിക്കാം എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ സർവൈവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ വളരെ ഹൊറിഫിക് ആയിട്ടുള്ള കണ്ടീഷൻസ്, ഫുഡ് നൽകുന്നില്ല, വെള്ളം നൽകുന്നില്ല, സാനിറ്റേഷൻ നൽകുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള ഏജൻസികൾ കൊണ്ടുപോകാന്ന് പറയും, കൊണ്ടുപോകും, എന്നിട്ട് വളരെ മോശം സാഹചര്യത്തിലാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഹ്യൂമൻ സ്മഗ്ലേഴ്സ് ഇതുവഴി വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അവർ വയലൻസും ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ക്രൈമുമാണ് ചെയ്യുന്നത് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. ഇന്ത്യയിൽ എമിഗ്രേഷൻ ആക്ട് 1983 ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ പോലും അതിൽ ഹ്യൂമൻ സ്മഗ്ലിങ്ങിനെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു നിയമം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഹ്യൂമൻ ട്രാഫിക്കിങ്ങും സ്മഗ്ലിങ്ങും ഒക്കെ ഇന്ത്യയിൽ സുലഭമായിട്ട് നടക്കുന്നു എന്നും അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പഞ്ചാബ് ട്രാവൽ പ്രൊഫഷണൽ റെഗുലേഷൻ ആക്ട് 2012 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കബൂട്ടറ ബസിയെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേഷനെ തടയുന്നതിന് വേണ്ടിയിട്ടും ഫ്രോഡുലന്റ് ആയിട്ടുള്ള പ്രാക്ടീസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയും, പക്ഷെ അത് കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളൊരു കൺസേൺ ആണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പാർലമെന്റ് ഇടപെടേണ്ടതായിട്ടുണ്ട്. ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള നാഷണൽ ലോ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് ഹ്യൂമൻ സ്മഗ്ലിങ്ങിനെയും മൈഗ്രൻസിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നാണ് പറഞ്ഞത്. പഞ്ചാബിന്റെ ലോ ഒരു നല്ല ഡയറക്ഷൻ തന്നെയാണ്, പക്ഷെ അതിന്റെ ഇംപ്ലിമെന്റേഷൻ പ്രശ്നം തന്നെയാണ്, കൃത്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെൻട്രൽ ലോ കൊണ്ടുവന്ന് കൃത്യമായിട്ട് ഇംപ്ലിമെന്റേഷൻ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള സ്മഗ്ലിംഗ് ആക്ടിവിറ്റീസിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഓഥർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തത്
ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള അതുമായി ബന്ധപ്പെട്ട എൻവയോൺമെന്റൽ കൺസേൺസിനെയാണ് ഓതർ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ജോലിയെ ട്രാൻസ്ഫോം ചെയ്യുന്നതിൽ ബിസിനസ്സിനെ, ഡെയിലി ലൈഫിനെ, ഈവൻ ഹ്യൂമൻ തിങ്കിങ്ങിനെയും ഡിസിഷൻ മേക്കിങ്ങിനെയും തന്നെ ട്രാൻസ്ഫോം ചെയ്യുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലോബൽ AI മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം $200 ബില്യൺ ആണ്. ഇത് 2030 15.7 ട്രില്യൺ ഡോളറിലേക്ക് മാറും എന്നാണ് പറയുന്നത്. ഇപ്പോൾ US $500 ബില്യൺ ആണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റുകൾ, പ്രത്യേകിച്ചും സ്റ്റാർഗേറ്റ് പ്രൊജക്റ്റുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതായിട്ടുള്ളത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ റിലയൻസ് ഇൻഡസ്ട്രീസ് അവർ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാറ്റാ സെന്റർ ജാംനഗറിൽ, ഗുജറാത്തിലെ ജാംനഗറിൽ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഓൺ ലാംഗ്വേജ് മോഡലുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ChatGPT ഒക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യയും ശ്രമിക്കുന്നുണ്ട് എന്നുകൂടി ഓർത്തു വെക്കുന്നുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് വളരെ സിഗ്നിഫിക്കന്റ് ആണെന്ന് ഓർത്തു വെക്കുന്നുണ്ട്. കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുമ്പോൾ ഹൈ എനർജി കൺസംഷൻ വരുന്നുണ്ട്, ഹാർഡ്വെയർസ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട്, ഒരുപാട് ഡാറ്റാ സെന്റേഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട്, അതുപോലെ AI മോഡൽ ട്രെയിനിങ്ങൾ, ഇതൊക്കെ ഒരുപാട് എനർജി കൺസ്യൂം ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ലോകത്ത് തന്നെ മൊത്തം ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷന്റെ 1% എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്റേഴ്സ് ആണ് എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അവയുടെ എനർജി ഡിമാൻഡ് 2026 ഡബിൾ ചെയ്യുന്നു. അതിനനുസരിച്ച് ഇവരുടെ എമിഷനും വർദ്ധിക്കും എന്നാണ് കരുതുന്നതായിട്ടുള്ളത്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI മോഡൽസ് ആയിട്ടുള്ള ChatGPT-ക്കൊക്കെ ഒരുപാട് കമ്പ്യൂട്ടിംഗ് പവേഴ്സ് വേണം. കൂടുതൽ കമ്പ്യൂട്ടിംഗ് പവേഴ്സ് വേണം എന്നുള്ളത് ഒരുപാട് കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടാക്കാൻ, ഒരുപാട് കാർബൺ എമിഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി കാരണമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡാറ്റാ സെന്റേഴ്സ് വലുതായി വരുന്നത് ഇലക്ട്രോണിക് വേസ്റ്റ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ ഇലക്ട്രോണിക് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിന് കാരണം ഇതെല്ലാം തന്നെ കാർബൺ എമിഷന് കാരണമാകും എന്നുള്ളതാണ്. അപ്പോൾ AI സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ബെറ്റർ തന്നെയാണ്, പക്ഷെ അത് എൻവയോൺമെന്റൽ കോസ്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. കാരണം സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എമിഷൻസ് ഒരു കൺസേൺ തന്നെയാണ്. AI മോഡൽ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും മെയിൻ്റനൻസും ഒക്കെ തന്നെ ഒരുപാട് എനർജി എമിഷന് കാരണമാണ്. ChatGPT മോഡൽ GPT-3 എന്ന് പറയുന്നത് 552 ടൺ CO2 ഇക്വാലന്റ് ആണ് എമിറ്റ് ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട്. അതായത് 12ഓളം കാറുകളുടെ എമിഷൻ ആണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു എമിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എൻവയോൺമെന്റൽ കോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ COP29 പോലുള്ള ഡിസ്കഷൻ ഫോറംസിൽ ഈ ഒരു വിഷയത്തിൽ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അതുണ്ടാക്കുന്ന എൻവയോൺമെന്റൽ ഇമ്പാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ടെന്ന് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ COP29 ഇന്റർനാഷണൽ ടെലികമ്മ്യൂണിക്കേഷൻ യൂണിയൻ ഗ്രീൻ AI പ്രാക്ടീസസിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോൺ ബൈൻഡിങ് ആയിട്ടുള്ള AI എത്തിക്സ് റെക്കമെൻഡേഷൻസ് ആണ് പല രാജ്യങ്ങളും അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് യൂറോപ്യൻ യൂണിയനും US ഒക്കെ AIയുടെ എൻവയോൺമെന്റൽ ഫുട് പ്രിന്റിനെ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പോളിസീസ് കൃത്യമായിട്ട് ലാക്ക് ചെയ്യുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ നാഷണൽ AI സ്ട്രാറ്റജീസിലും ഇത്തരത്തിലുള്ള സസ്റ്റൈനബിലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസിനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഗവൺമെന്റ് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാത്ത സാഹചര്യമാണ്. അപ്പോൾ ഇത് പ്രൈവറ്റിനെയും കുറെ റെസ്പോൺസിബിൾ ആക്കി മാറ്റുന്ന രീതിയിലേക്ക് പ്രൊവിഷൻസ് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡെവലപ്മെന്റ് നടത്തേണ്ടതായിട്ട് ഡാറ്റാ സെന്റേഴ്സിനെ റിന്യൂവബിൾ എനർജി സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ AI കാർബൺ ഫുട് പ്രിന്റ് അതുവഴി കുറക്കാൻ വേണ്ടി വരും. അതുപോലെ തന്നെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഹാർഡ്വെയർസ് അതുപോലെ തന്നെ ഡാറ്റാ സെന്റേഴ്സിന് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അതുവഴി എമിഷൻസ് കുറക്കാൻ വേണ്ടി വരും. കൂടാതെ ഡൊമൈൻ സ്പെസിഫിക് ആയിട്ടുള്ള AI മോഡുകൾ യൂസ് ചെയ്യുക, പ്രോസസ്സിംഗ് കവറിനെ മെച്ചപ്പെടുത്തുക, എനർജി എഫിഷ്യന്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ കൊണ്ടുപോവുക, ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള അൽഗോരിതംസ് യൂസ് ചെയ്യുക, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഹാർഡ്വെയർ യൂസ് ചെയ്യുന്നത് വഴി ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിന്റെ കാർബൺ ഫുട് പ്രിന്റ് കുറക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് ഈ ഒരു ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അപ്പോൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ് ഈ ഒരു മേഖലയിലും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതിനു വേണ്ടി പ്രീ ട്രെയിൻഡ് ആയിട്ടുള്ള മോഡൽസ് യൂസ് ചെയ്യാം, അതുവഴി ലാർജ് സ്കെയിൽ ഡാറ്റ കളക്ഷൻ പ്രോസസ്സിങ്ങിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ അവരുടെ എൻവയോൺമെന്റൽ ഇമ്പാക്റ്റ് കൃത്യമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുവഴി എമിഷൻസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള ഫ്രെയിം വർക്ക് കൊണ്ടുവന്ന് കൃത്യമായിട്ട് എമിഷൻസിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് അതിനെ കുറക്കാനുള്ള എഫേർട്ടുകൾ എടുത്തുകൊണ്ട് വേണം ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാൻ കുറച്ചുകൂടി അക്കൗണ്ടബിൾ ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതായിട്ടുള്ളത്. അടുത്തൊരു വാർത്തയാണ് 3 ലാംഗ്വേജ് പോളിസിയുമായി ബന്ധപ്പെട്ടാണ്. 3 ലാംഗ്വേജ് എന്തുകൊണ്ടാണ് കമ്പൽസറി ആക്കി മാറ്റുന്നത് എന്നുള്ളതാണ്. എന്താണ് ഈ 3 ലാംഗ്വേജ് പോളിസി, എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂ, എന്താണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ട പ്രശ്നം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ സെൻട്രൽ ഗവൺമെന്റും തമിഴ്നാടും തമ്മിലുള്ള ഇഷ്യൂ ആണ്. സെൻട്രൽ ഗവൺമെന്റ് പറയുന്നത് 3 ലാംഗ്വേജ് ഫോർമുല, തമിഴ്നാട് പറയുന്നത് ഞങ്ങൾ 2 ലാംഗ്വേജ് ഫോർമുലയെ ഫോളോ ചെയ്യുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം 2020 പ്രകാരം 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെന്റ് ചെയ്യണമെന്നാണ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്നുള്ളത്. എന്നാൽ തമിഴ്നാട് പറയുന്നത് വെച്ചാൽ ഇത് ഹിന്ദി ഇമ്പോസ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഹിന്ദി പഠിപ്പിക്കൂല, നമ്മൾ 2 ലാംഗ്വേജ് ഫോർമുല തന്നെ വെച്ച് പോകും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ഹിന്ദി പഠിപ്പിക്കില്ല എങ്കിൽ 3 ലാംഗ്വേജ് ഫോർമുല ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ പ്രകാരമുള്ള ഫണ്ടിങ് തരൂല എന്നാണ്
പറഞ്ഞിരിക്കുന്നത് എന്ന് കൂടി ഓർത്തു വെക്കാൻ തന്നെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി എന്ന് പറയുന്നത് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. ഇംഗ്ലീഷും ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ്. 1963 മുതൽ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേറ്റുകൾക്ക് അവരുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് പ്രിഫർ ചെയ്യാൻ വേണ്ടി പറ്റും. ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി എടുക്കാം, മറ്റ് തമിഴ് വേണമെങ്കിൽ തമിഴ് എടുക്കാം, കേരളം മലയാളം ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ യൂണിയൻ എന്ന് പറയുന്നത് ഹിന്ദിയെ പ്രൊമോട്ട് ചെയ്യാൻ ഒരു മീഡിയം ഓഫ് എക്സ്പ്രഷൻ എന്ന രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ റെസ്പോൺസിബിൾ ആണ് യൂണിയൻ എന്ന് കൂടി ഓർത്തു വെക്കേണ്ടത് തന്നെ. ഈ 3 ലാംഗ്വേജ് പോളിസി 1968 കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഹിന്ദി നോൺ ഹിന്ദി സ്പീക്കിംഗ് പക്ഷെ അതിനെതിരെ വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിലൊക്കെ ഉണ്ടായത്. തമിഴ്നാട് 2 ലാംഗ്വേജ് പോളിസിയാണ് ഫോളോ ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ഓർക്കുക. തമിഴും ഇംഗ്ലീഷും ആണ് അവർ പഠിപ്പിക്കുന്നുള്ളത്. NEP 220 ഫ്ലെക്സിബിലിറ്റി അലോ ചെയ്യുന്നുണ്ട്. അവർക്ക് 3 ലാംഗ്വേജസ് പഠിപ്പിക്കാം, പക്ഷെ അറ്റ്ലീസ്റ്റ് 2 എണ്ണം ഇന്ത്യൻ ലാംഗ്വേജുകൾ ആയിരിക്കണം എന്നേ ഉള്ളൂ എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളിൽ ഈസറിന്റെ ഒക്കെ റിപ്പോർട്ട് കാണിക്കുന്നത് വെച്ചാൽ പുവർ ലേണിംഗ് ഔട്ട്കം ആണ്. മിക്കവാറും കുട്ടികൾക്ക് ബേസിക് ന്യൂമറസി സ്കിൽസോ റീഡിംഗ് സ്കിൽസോ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ എഡ്യൂക്കേഷനിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ നോക്കിക്കഴിഞ്ഞാൽ GDP-യുടെ 6% മാത്രമാണ് എഡ്യൂക്കേഷനെ ടാർഗറ്റ് ചെയ്യുന്നത്. അതായത് എഡ്യൂക്കേഷന്റെ 85% ഫണ്ടിങ്ങുകളും സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ ഭാഗത്ത് തന്നെയാണ് വരുന്നത് ഓർക്കുക. അപ്പോൾ ഇതിനിടയിൽ ഓൾറെഡി റിസോഴ്സ് കൺസ്ട്രെയിൻഡ് ഇടയിലാണ് 3 ലാംഗ്വേജ് പോളിസി ഇംപ്ലിമെന്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഫണ്ട് തരുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് വാശി പിടിക്കുന്നുള്ളത്. അത് ആക്ച്വലി എഡ്യൂക്കേഷന്റെ ക്വാളിറ്റിയെ വീണ്ടും മോശമാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ലോക്കൽ ലാംഗ്വേജസ് പഠിപ്പിക്കുന്നത് നല്ലത് തന്നെയാണ്. ഫൗണ്ടേഷണൽ ന്യൂമറസി സ്കിൽസ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബൽ കോമ്പറ്റീറ്റീവ്നെസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കുന്നത് കൊണ്ട് മോശമൊന്നുമില്ല. അപ്പോൾ ഇവിടെ അർബനൈസേഷൻ വർദ്ധിക്കുന്നുണ്ട്, മൈഗ്രേഷൻ വർദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അഡീഷണൽ ഇന്ത്യൻ ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട് നെഗറ്റീവ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇവിടെ ഹിന്ദി ഇമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ചർച്ചയാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കണം. കുറച്ചുകൂടി ഓട്ടോണമി സ്റ്റേറ്റുകൾക്ക് നൽകുന്നതാവും, കാരണം അവരുടെ റീജിയണൽ ഡൈവേഴ്സിറ്റി ഒക്കെ വെച്ച് നൽകുന്നതാവും ബെറ്റർ എന്നുള്ളതാണ് ഇവിടെ ഓതർ ഹൈലൈറ്റ് ചെയ്യുന്നതെന്നും കൂടി ഓർത്തു വെക്കണം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ സൈമൾട്ടേനിയസ് എലക്ഷൻ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് വെച്ചാൽ അത് ലീഗൽ ചാലഞ്ച് നിൽക്കില്ല. സുപ്രീം കോടതിയിൽ ചാലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫെയിൽ ആവുമെന്നാണ് ഫോമർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ അദ്ദേഹം ഹൗസ് പാനലിനോട് പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കണം. പാർലമെന്ററി ജോയിന്റ് കമ്മിറ്റിയോടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത് എന്ന് കൂടി ഓർത്തു വെക്കണം. ഫോമർ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള UU ലളിത് അദ്ദേഹമാണ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ഒരു ബില്ലിലെ ഈ ഒരു നിലവിലുള്ള മന്ത്രിസഭകൾ, സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭയുടെ ഡ്യൂറേഷൻ കുറക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇത് ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചറിന്റെ ഫെഡറലിസത്തിന്റെ വയലേഷൻ ആണ്. കാരണം ജനങ്ങളാൽ എലക്ട് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് ഗവൺമെന്റിനെ അല്ലെങ്കിൽ ഫെഡറൽ ഗവൺമെന്റിനെ അവരുടെ ഡ്യൂറേഷനെ കുറക്കാൻ വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് ശ്രമിക്കുന്ന സാഹചര്യമാണെന്ന് ഓർത്തു വെക്കേണ്ടതാണ്. കാരണം ഈ ലോകസഭയിലേക്കും സ്റ്റേറ്റ് അസംബ്ലികളിലേക്കും ഒന്നിച്ച് ഇലക്ഷൻ നടത്തുക എന്നുള്ളതാണ് ഈ ഒരു ഉദ്ദേശമായിട്ടുള്ളത്. ഒറ്റ ഇലക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ പ്രസിഡന്റ് ഒരു അപ്പോയിന്റ്മെന്റ് ഡേറ്റ് വെക്കും, അതിന് കണക്കായിട്ട് ഇലക്ഷൻ നടത്തും. അതിന് മുന്നേ എല്ലാ സംസ്ഥാനങ്ങളുടെയും നിലവിലുള്ള ഗവൺമെന്റിന്റെ കാലാവധി വെട്ടിച്ചുരുക്കും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. സ്റ്റേറ്റ് അസംബ്ലിനെ വെട്ടിച്ചുരുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഒരു കർട്ടൽമെന്റ് ഇഷ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിൻസിപ്പിൾസിനെ വയലേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. കാരണം 30 മുതൽ 40% വരെയൊക്കെ ടേം പെൻഡിങ് ഉണ്ടെങ്കിൽ അവരുടെ പ്രൊജക്റ്റുകളും അല്ലെങ്കിൽ അവരുടെ പദ്ധതികളും ഒക്കെ പകുതി വഴിയിലായിരിക്കും. അവിടെ വെച്ച് ഗവൺമെന്റിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നത് ഭരണഘടനാ വിരുദ്ധമായിരിക്കും എന്നാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നതെന്ന് കൂടി ഓർത്തുവെക്കണം. അതിനു പകരം ഒരു സ്റ്റാഗേർഡ് ആയിട്ടുള്ള അപ്രോച്ച്, അതായത് ഓരോ നിയമസഭകളും കഴിയുമ്പോൾ അവിടെ പുതിയ ഇലക്ഷൻ നടത്താതെ നിലവിലുള്ള ഗവൺമെന്റിനോട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് എന്നിട്ട് ഒരു കോമൺ ഡേറ്റിലേക്ക് വന്ന് ഇലക്ഷൻസ് നടത്തുന്നതായിരിക്കും ബെറ്റർ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ വിവിധ പാർട്ടീസ് ഇതിനെതിരെ ഒബ്ജക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഈ ഒരു കോമൺ ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസിനെ, ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസിനെ ഒക്കെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് എന്നുള്ള രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി പരിശോധിക്കുന്നുണ്ടത്തെ കമ്മിറ്റിയുടെ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക് ശേഷം നമുക്ക് അതിന്റെ ഔട്ട്കം കാണാൻ വേണ്ടി പറ്റും എന്ന് കൂടി ഓർത്തു വെക്കുന്നതാണ്. അതേസമയത്ത് ഈ ഒരു ബില്ലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇത് ട്രാൻസ്ഫോർമേറ്റീവ് ആണ്, ബെനിഫിഷ്യൽ ആണ്. പ്രത്യേകിച്ചും നമ്മുടെ രാജ്യത്തെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഎഫിഷ്യൻസീസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പോളിസി പാരാലിസിസിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹൈ ഇലക്ഷൻ കോസ്റ്റിനെ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നൊക്കെയാണ് ജസ്റ്റിസ് അശ്വതി ഫോമർ ലോ കമ്മീഷണറും ഒക്കെ പറയുന്നത് എന്ന് കൂടി ഓർത്തു വെക്കുക. അതുപോലെ ഇലക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻഡിച്ചേഴ്സ് കുറക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഗവൺമെന്റിന്റെ ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു. അതായത് സ്ത്രീകൾ പ്രധാനമായിട്ടും അൺപെയ്ഡ് ഡൊമസ്റ്റിക് വർക്കിൽ നിന്നും ഷിഫ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്, റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് ഡാറ്റ പോയിന്റുകൾ ഇതിൽ പറയുന്നുണ്ട്. എല്ലാ ഡാറ്റ പോയിന്റുകളും നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. മെയിൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്നുള്ളതാണ്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസ് നടത്തുന്ന മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷന് കീഴിലാണ് NSO
ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവർ നടത്തിയുള്ള 1,39,000-ഓളം ഹൗസ് ഹോൾഡുകളിൽ നടത്തിയിട്ടുള്ള സർവേയിലാണ് ഈ നടത്തിയിട്ടുള്ള സർവേയിൽ നിന്നുള്ള റിപ്പോർട്ടാണ് വന്നിട്ടുള്ളത്. അതിൽ 2024 75% പുരുഷന്മാരും 25% സ്ത്രീകളും 15 മുതൽ 59 വരെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞുള്ളത്. ഇത് 2019 5 വർഷം മുന്നത്തെ ഡാറ്റ പുരുഷന്മാർ 71%, സ്ത്രീകൾ 22% ആയിരുന്നു. അപ്പോൾ ഒരു വർധനവ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു വർധനവ് നമ്മളൊന്ന് ഓർത്തു വെക്കുക. ബാക്കി മിനിറ്റുകളിലൊക്കെയുള്ള വർധനമാണ്, അതൊന്നും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല. അതായത് അൺഎംപ്ലോയ്മെന്റിൽ നിന്ന് എംപ്ലോയ്മെന്റിലേക്ക് കൂടുതൽ ആൾക്കാർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് ഓർത്തു വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അടുത്തൊരു വാർത്ത, US റെസിപ്രോക്കൽ താരിഫ് ഇമ്പോസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ത്യ ഹൈ താരിഫ് ഇമ്പോസ് ചെയ്യുമ്പോൾ തിരിച്ച് ഇന്ത്യയുടെ മേലെയും ഹൈ താരിഫ് ഇമ്പോസ് ചെയ്യും എന്നാണ് US പറയുന്നതായിട്ടുള്ളത്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഇന്ത്യ മിറ്റിഗേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്ത്യയുടെ ഇമ്പോർട്ട് താരിഫ് എന്നുള്ളത്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇമ്പോർട്ട് താരിഫ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഒന്ന് ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ്, ഇലക്ട്രിക്കൽ മെഷീനറി, അപ്പാരൽസ്, മിനറൽ പ്രൊഡക്റ്റുകളുടെ മേലെ വലിയ ഇമ്പോർട്ട് താരിഫ് ഉണ്ട് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇന്ത്യയുടെ ഇമ്പോർട്ട് ഇത്രയുമാണ് വരുന്നതായിട്ടുള്ളത്. അപ്പൊ ഇന്ത്യയിൽ നിന്ന് US-ലേക്കുള്ള പ്രധാനപ്പെട്ട ഇമ്പോർട്ടുകളാണ് എന്നുകൂടി ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഇനി എന്താണ് ഇതിന്റെ താരിഫ് എന്ന് നോക്കാം. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ US ഇന്ത്യയുടെ മേലെ വലിയ ഇമ്പോർട്ട് താരിഫ് ഏർപ്പെടുത്തും എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട നെഗോഷിയേഷൻസ് US-മായി നടക്കുന്നുണ്ട്. അപ്പൊ ഇതുവഴി ഇന്ത്യയുടെ ഇമ്പോർട്ട് താരിഫ് ചില പ്രൊഡക്റ്റുകളുടെ മേലെ കുറക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യക്ക് US-ലേക്ക് കൂടുതൽ മാർക്കറ്റ് ആക്സസ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ US-ൽ നിന്നുള്ള എനർജി പർച്ചേസുകളെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധ്യതയുണ്ട്. അപ്പോൾ മൂഡീസിന്റെ ഏജൻസീസ് ആണ് ഇങ്ങനെ പറയുന്നുള്ളത്. അപ്പൊ ഇത് 2025 കൂടിയിട്ട് ഒരു ട്രേഡ് ഡീലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. ഇന്ത്യ മാത്രമല്ല, വിയറ്റ്നാമും തായ്ലൻഡും ഒക്കെ ഇത്തരത്തിലുള്ള താരിഫ് പ്രഷേഴ്സ് നേരിടുന്നുണ്ട്. പ്രത്യേകിച്ചും ഇലക്ട്രോണിക്സ്, മോട്ടോർ വെഹിക്കിൾസ്, ഫുഡ്, ടെക്സ്റ്റൈൽസ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് എന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ കൃത്യമായിട്ട് നെഗോഷിയേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ആക്സസ് കിട്ടും. ചില ഐറ്റംസിന്റെ മേലെയുള്ള താരിഫുകൾ കുറച്ചു കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് ഫുഡ്, ടെക്സ്റ്റൈൽസ്, ഫാർമ തുടങ്ങിയിട്ടുള്ള മേഖല, ഇതാണ് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള മേഖല, കുറച്ചായിട്ട് ബെറ്റർ ആയിട്ടുള്ള ആക്സസ് കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ യുഎസിന്റെ പോളിസിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കാര്യമായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റുകൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നില്ല. പ്രത്യേകിച്ചും ക്രൂഡ് ഓയിൽ പ്രൈസുകൾ കുറയും, ജിയോ പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി വലിയ കുഴപ്പമില്ല, അതുപോലെ തന്നെ ടെക്നോളജി ട്രാൻസ്ഫർ ഒക്കെ വർദ്ധിക്കും എന്നുള്ളത് ഈ താരിഫിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നൊക്കെയാണ് കരുതുന്നത്. പക്ഷേ US പോലുള്ള രാജ്യവുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നത് ശരിയല്ല, കുറച്ചുകൂടി അടുക്കുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അടുത്തൊരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UCE എന്ന് പറയുന്ന വാക്കാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ട്. അൾട്രാ കൺസേർവ്ഡ് എലമെന്റ്സ് എന്നാണ് ഇതിന്റെ കാര്യം. അതായത് നമ്മൾ പറഞ്ഞു നമ്മൾ ഒരു കോമൺ ഒറിജിനിൽ നിന്നാണ്, നമ്മൾ ലൂക്ക എന്നൊക്കെയാണ് വിളിക്കുക, ഈ ഒരു കോമൺ ഒറിജിനിൽ നിന്നാണ് നമ്മളൊക്കെ ജീവികളൊക്കെ ഉള്ളത്. ഒരു സൈഡിൽ ഹ്യൂമൻസ് ഉണ്ടായി, ഇങ്ങനെ പോയി സ്പ്ലിറ്റ് ചെയ്ത് ഒരു മൈസ് ഉണ്ടായി. നമ്മൾ എല്ലാവരും കോമൺ ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ ജനറ്റിക് കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒറിജിനലുമായി ബന്ധപ്പെട്ട്. അപ്പോൾ മൈസിലും ഒരു എലിയിലും മനുഷ്യന്മാരിലും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കോമണാലിറ്റി ഉണ്ട്. ഇത്തരത്തിലുള്ള കോമൺ ആയിട്ട് കീപ്പ് ചെയ്തിരിക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നതായിട്ടുള്ളത് ഈ ഒരു UCE എന്നുള്ളതില് അൾട്രാ കൺസേർവ്ഡ് എലമെന്റ്സ് എന്ന രീതിയിൽ വിളിക്കുന്നത് എന്ന് പറയാൻ പറ്റും. അപ്പോൾ റിസർച്ചേഴ്സ് കണ്ടെത്തി വെച്ചാൽ ഏകദേശം ഹ്യൂമൻ ജീനോമിന്റെ 500ഓളം സെഗ്മെന്റുകൾ 80 മില്യൺ വർഷങ്ങളായിട്ട് അൺചേഞ്ച്ഡ് ആണ്. അതായത് ഇത് ഹ്യൂമൻസിലും അതേപോലെ ഉണ്ട്, റാറ്റ്സിലും അതേപോലെ ഉണ്ട്, മൈസിലും ഒക്കെ അതേപോലെ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരത്തിൽ 80 മില്യൺ വർഷങ്ങളായിട്ട് മാറി നിൽക്കാതെ മറ്റ് ജീവികളുമായിട്ടൊക്കെ കോമൺ ആയിട്ട് ഷെയർ ചെയ്യുന്ന ആ ഒരു എലമെന്റിനെയാണ് DNA-യുടെ ഭാഗത്തെയാണ് അൾട്രാ കൺസേർവ്ഡ് എലമെന്റ്സ് എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇത് ചിക്കൻസിലും ഫിഷിലും ഒക്കെ അതേപോലെ തന്നെ കൺസേർവ് ചെയ്തിട്ടുണ്ട് എന്ന് ഓർത്തിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഒരു ഭാഗത്തെ കൺസേർവ് ചെയ്യാൻ കാരണം, ഇതിന് എന്തുകൊണ്ട് മാറ്റം വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് സയന്റിസ്റ്റുകൾ ചോദിക്കുന്നത്. ഇതിന് ഇതുവരെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. അപ്പൊ UCE ഡിസ്കവർ ചെയ്തിട്ടുള്ളത് ഒരു TRAB2 ജീൻ എന്ന് പറയുന്ന ഒരു ജീനിന്റെ പ്രധാനപ്പെട്ട റോളുമായി ബന്ധപ്പെട്ടാണ്. ഇത് നമ്മുടെ ശരീരത്തിലെ പ്രോട്ടീൻ പ്രൊഡക്ഷനെ നിയന്ത്രിക്കുന്ന ഒരു ജീനാണ്. അപ്പൊ ഈ ഒരു TRAB2 പ്രോട്ടീന്റെ പ്രൊഡക്ഷനെ സ്വാധീനിക്കുന്നു എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ ജീനിന്റെ എക്സ്പ്രഷൻ, ഒരു ജീൻ എങ്ങനെ എപ്പോൾ എക്സ്പ്രസ് ചെയ്യണം, അത് ആക്റ്റീവ് ആവുന്ന എപ്പം തുടങ്ങിയവയൊക്കെ സ്വാധീനിക്കുന്നതിനാണ് ഈ പ്രോസസ്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം ഈ ഒരു TRAB2 എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീൻ കൂടുതൽ ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് പലപ്പോഴും ഓവർ പ്രൊഡക്ഷന് കാരണമാവുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഫെർട്ടിലിറ്റിക്കൊക്കെ കാരണമാകുന്നുണ്ട് എന്ന് കൂടി ഓർത്തിരിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു TRAB2 എന്ന് പറയുന്ന ജീൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബയോളജിക്കൽ എഫക്റ്റുകളെ ഹാംഫുൾ ആയിട്ടുള്ള ബയോളജിക്കൽ ഇഫക്റ്റുകളിൽ നിന്ന് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. കാരണം ഒരു ചെറിയ ജനറ്റിക് ചേഞ്ചസ് തന്നെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതിന്റെ സർവൈവലിലും റീപ്രൊഡക്ഷനിലും ഒക്കെ വലിയ ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഓർത്തു വെക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ UCE എന്ന് പറയുന്നത്
അതിൽ തന്നെ ഒരു പോയിസൺ എക്സോൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ mRNA എന്ന് വെച്ചാൽ സ്റ്റോപ്പ് കോഡോൺസ് ഉണ്ട്. അതായത് സ്റ്റോപ്പ് കോഡോൺസ് എന്ന് വെച്ചാൽ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ റൈബോസോംസിനെ അവരുടെ പ്രോട്ടീൻ സിന്തസിസ് ഹാൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമയം. അപ്പോൾ ഓവർ അക്യുമുലേഷൻ ട്രാപ് ടു പ്രോട്ടീൻ ഓവർ അക്യുമുലേറ്റ് ചെയ്യുന്നതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിസൺ എക്സോൺ പ്രൊവിഷൻസ് സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോയിസൺ എക്സോൺ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡ് ഇൻ സേഫ് ഗാർഡ് മെക്കാനിസം പോലെയാണ്. ഓക്കെ, അതായത് ഒരു നിശ്ചിത പരിധി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോട്ടീന്റെ പ്രവർത്തനത്തെ അത് സ്റ്റോപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് സർവൈവബിലിറ്റി ഉണ്ടാവുള്ളൂ, റീപ്രൊഡക്റ്റീവ് കൺട്രോൾ ഉണ്ടാവുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഈ കോമ്പോണന്റുകളൊക്കെയാണ് ഇത്തരത്തിൽ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത് എന്നുകൂടി ഓർത്ത് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ്. അടുത്തൊരു വാർത്തയാണ് പെറൈഡോലിയ എന്ന് പറയുന്ന വാക്ക്. അപ്പൊ ഈ ഒരു പർവ്വതം നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് ഒരു കണ്ണായിട്ടും ഇതൊരു നായയുടെ മുഖമായിട്ടും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മൃഗത്തിനെ കാണാൻ വേണ്ടി വരും. ഇതേപോലെ ആകാശത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് പറക്കുന്ന പക്ഷിയൊക്കെ കാണാൻ വേണ്ടി വരും. ഇതിനെയാണ് പെറൈഡോലിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വാർത്തയിലുള്ളത് ഈ മൗണ്ടെയിൻ ആണ്. ഈ മൗണ്ടെയിന്റെ പേരാണ് പപ്പി മൗണ്ടെയിൻ. ഒരു പട്ടിക്കുട്ടിയുടെ മുഖമാണ് കാണുന്നത്, പപ്പി മൗണ്ടെയിൻ. ഈ ഒരു പ്രതിഭാസത്തെയാണ് പെറൈഡോലിയ എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. ഇതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതായിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ പപ്പി മൗണ്ടെയിൻ ആണ്. ഇത് ചൈനയിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഇന്റർനെറ്റിൽ വളരെയധികം ആകർഷണമുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്കിങ്ങനെ വ്യത്യസ്ത രൂപങ്ങൾ കാണുന്നതിനെയാണ് പെറൈഡോലിയ എന്ന് വിളിക്കുന്നത് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഈ മൗണ്ടെയിൻ എന്ന് വെച്ചാൽ യാങ്സെ എന്ന് പറഞ്ഞ റിവറിന്റെ തീരത്തായിട്ടാണുള്ളത്. ചൈനയുടെ ഹുബൈ പ്രൊവിൻസിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ രൂപം ഒരു പപ്പിയുടെ ഹെഡുമായിട്ട്, ഒരു പട്ടിക്കുട്ടിയുടെ മുഖമായിട്ട് സിമിലർ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പോപ്പുലർ ആയിട്ട് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് എന്നുകൂടി ഓർത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു മൗണ്ടെയിന്റെ ഷേപ്പ് വർഷങ്ങളായിട്ട് മാറുന്നുണ്ട്. നാച്ചുറൽ ഇറോഷനും മറ്റ് ജിയോഗ്രഫിക്കൽ റീസൺ കാരണമൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അവിടെയുള്ള പ്രതിഭാസത്തെയാണ് പെറൈഡോലിയ എന്ന് പറയുന്നത്. ഇവിടെയും നിങ്ങൾക്കൊരു ഫേസ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു പക്ഷി പറക്കുന്നത് പോലെ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിനെയാണ് പെറൈഡോലിയ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു മീനിങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കിട്ടുവാണ് എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു വസ്തു കാണുമ്പോൾ ഒരു മീനിങ് ആയിട്ടുള്ള ഇന്റർപ്രിട്ടേഷൻ കിട്ടുവാണെങ്കിൽ അതിനെയാണ് നമുക്ക് പെറൈഡോലിയ ആയിരുന്നു. ഒന്നുകിൽ ഒരു ഒബ്ജക്റ്റിനെ കാണുന്ന പോലെയാവും, ഒരു പാറ്റേൺ, അല്ലെങ്കിൽ അവിടെ ഒന്നും പ്രത്യേകിച്ച് ഒന്നും, ഇവിടെ ഒരു പക്ഷിയില്ല പക്ഷെ നമുക്ക് ഇവിടെ ഒരു പക്ഷി പറക്കുന്നത് പോലെ തോന്നും. ഇവിടെ ഒരു രൂപമില്ല, ഇവിടെ ഒരു പാറക്കെട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ ഒരു രൂപത്തെ കാണാവുന്നതാണ്. അതായത് നമുക്ക് അനിമൽ ഫേസുകളോ ഒബ്ജക്റ്റുകളോ ഒക്കെ ക്ലൗഡ് ഫോർമേഷനിൽ കാണുന്നത് പെറൈഡോലിയ ആണെന്ന് ഓർത്ത് വെക്കുക. ഇതിനെ തന്നെയാണ് അപ്പോഫീനിയ എന്നുകൂടി വിളിക്കാറുണ്ട് എന്ന് ഓർത്ത് വെക്കുന്നത്. അതായത് അൺറിലേറ്റഡ് ആയിട്ടുള്ള തിങ്സിൽ നിന്നും നമുക്ക് റിലേറ്റഡ് ആയിട്ടുള്ള മീനിങ്സ് കൊണ്ടുവരുന്നതിനെയാണ് അപ്പോഫീനിയ എന്ന് വിളിക്കുന്നതെന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു ഒരു ഡാറ്റാ പോയിന്റ് ആണ്. ഇന്ത്യയിൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺ ഉണ്ടായിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റാ പോയിന്റ് ആണ്. 2023 24 തമ്മിൽ ഇവിടെ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. ഓർത്ത് വെക്കുക, 2023 കമ്പയർ ചെയ്യുമ്പോൾ 24 വളരെയധികം കുറവുകളാണ് ഇന്റർനെറ്റ് ഷട്ട് ഡൗണിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് കൂടി ഓർത്ത് വയ്ക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു 2028 88 ഷട്ട് ഡൗൺ, 2024 84 ഷട്ട് ഡൗൺ ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കുക. നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഉള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.